ഏതു കാലാവസ്ഥയിലും നമുക്ക് അത്യാവശ്യമായ ഒരു ഇലക്ട്രിക് ഉപകരണമാണ് സീലിംഗ് ഫാൻ. അതുകൊണ്ട് തന്നെ പലവിധ കമ്പനികൾ പുറത്തിറക്കുന്ന സീലിംഗ് ഫാനുകളുടെ വിപുലമായ ശേഖരം തന്നെ നമുക്ക് ചുറ്റിലുമുണ്ട്. അവയൊക്കെയും വൈദ്യുതി ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കന്മാരാണ്. ഏകദേശം 100 വാട്ടിനോടടുത്ത വൈദ്യുതിയാണ് സാധാരണ സീലിംഗ് ഫാനുകൾ ഉപയോഗിക്കുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വില കൂടിയ സീലിംഗ് ഫാനുകൾ 53 വാട്ട്സോളം വൈദ്യുതിയും ഉപയോഗിക്കുന്നുണ്ട്. ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിൽ ഏകദേശം മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഉപകരണമായതിനാൽ നമ്മുടെ വൈദ്യുതി ബില്ലിൽ സാരമായ വർധന വരുത്താൻ ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ള സീലിംഗ് ഫാനുകൾ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നത്. ആറ്റംബർഗ് എന്ന ഇന്ത്യൻ കമ്പനി നിർമ്മിക്കുന്ന സീലിംഗ് ഫാനാണ് ഗോറില്ല E1 1200 എന്ന സീലിംഗ് ഫാൻ. പരമാവധി വേഗതയിൽ പോലും 28 വാട്ട്സിൽ കൂടുതൽ വൈദ്യുതി ഈ ഫാൻ ഉപയോഗിക്കുന്നില്ല. സാധാരണ സീലിംഗ് ഫാനുകളിൽ നിന്നും വ്യത്യസ്തമായ ടെക്നോളജി ഉപയോഗിച്ചാണ് ഗോറില്ല ഫാനുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 28 വാട്ട്സ് എന്ന വാഗ്ദാനം പരിപൂർണമായും പൂർത്തീകരിക്കാൻ ഗോറില്ല ഫാനുകൾക്ക് സാധിക്കുന്നു. കാഴ്ചയിലും പ്രവർത്തനത്തിലും വാട്ടേജ് കൂടിയ സാധാരണ സീലിംഗ് ഫാനുകളോട് സാമ്യത പുലർത്തുന്ന ഗോറില്ല ഫാൻ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് 28 വാട്ട്സിൽ ഒതുക്കി നിർത്തുന്നത്? BLDC അഥവാ ബ്രഷ്ലെസ് ഡയറക്റ്റ് കറന്റ് എന്ന മോട്ടോർ ടെക്നോളജിയാണ് ആറ്റംബർഗ് കമ്പനി ഈ ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഫാനിൽ റെഗുലേറ്റർ ആവശ്യമില്ല എന്നതാണ്. മാത്രമല്ല സാധാരണ ഫാനുകൾക്കായി നാം ഉപയോഗിക്കുന്ന റെഗുലേറ്റർ ഈ ഫാനുകൾക്ക് ഉപയോഗിക്കരുത് എന്നാണ് കമ്പനി പറയുന്നത്. ഫാനിന്റെ കൂടെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഫാൻ ഓൺ ഓഫ് ചെയ്യാനും വേഗത നിയന്ത്രിക്കുവാനും ടൈമർ സെറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ടൈമർ മോഡ്, സ്ലീപ്പ് മോഡ്, ബൂസ്റ്റ് മോഡ്, സ്പീഡ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ റിമോട്ട് ഉപയോഗിച്ച് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ സീലിംഗ് ഫാനുകളുടെ റെഗുലേറ്റർ ഉപയോഗിച്ച് വേഗത നിയന്ത്രിക്കുമ്പോൾ കണ്ടുവരുന്ന ഹമ്മിങ് സൗണ്ട് ഈ ഗോറില്ല ഫാനുകൾക്ക് ഉണ്ടാകുന്നില്ല. 3 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടിയാണ് ആറ്റംബർഗ് കമ്പനി ഗോറില്ല ഫാനുകൾക്ക് നൽകി വരുന്നത്. ഫുൾ സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഗോറില്ല ഫാനും സാധാരണ സീലിംഗ് ഫാനും ഉപയോഗിക്കുന്ന വൈദ്യുതി ഒരു വർഷം ഏകദേശം എത്രയാകുമെന്ന് നമുക്കൊന്ന് കണക്കുകൂട്ടി നോക്കാം. 300 ദിവസങ്ങൾ, ഒരു വർഷത്തിൽ 300 ദിവസങ്ങൾ, ദിവസവും 14 മണിക്കൂർ വീതം നമ്മൾ ഈ 2 ഫാനുകളും ഉപയോഗിക്കുന്നു എന്ന് കരുതുക. ഇലക്ട്രിസിറ്റി ചാർജ് യൂണിറ്റിന് 7 രൂപ വെച്ചാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോറില്ല ഫാൻ 300 ദിവസത്തേക്ക് 117.5 യൂണിറ്റ് വൈദ്യുതിയും സീലിംഗ് ഫാൻ 336 യൂണിറ്റ് വൈദ്യുതിയും ഉപയോഗിച്ച് തീർക്കുന്നു. ഗോറില്ല ഫാനിന് 300 ദിവസത്തേക്ക് 823 രൂപ വൈദ്യുത ചാർജ് വരുമ്പോൾ സാധാരണ സീലിംഗ് ഫാനിൽ 2352 രൂപ വൈദ്യുത ചാർജ് വരുന്നു. അതായത് ഓരോ വർഷവും 1529 രൂപ ലാഭിക്കാൻ ഗോറില്ല ഫാൻ വഴിയൊരുക്കുന്നു. അതുകൊണ്ട് തന്നെ വാറണ്ടി കാലാവധിയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷം കൊണ്ട് തന്നെ ഫാൻ വാങ്ങാൻ ചിലവായ തുക നമുക്ക് തിരികെ ലഭിക്കുന്നു. ഫാനിന്റെ വേഗത എത്രത്തോളം കുറക്കുന്നുവോ, അതായത് പരമാവധി വേഗതയായ 5 സ്പീഡിൽ നിന്നും താഴോട്ടേക്ക് പോകുന്തോറും ഈ ഫാനിന്റെ വാട്ടേജും 28 വാട്ട്സിൽ നിന്നും കുറഞ്ഞ് ഒരു LED ബൾബ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സാധാരണ 9 വാട്ട്സിന്റെയോ 12 വാട്ട്സിന്റെയോ LED ബൾബ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതിയിൽ പോലും ഈ ഫാൻ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ. കേരളത്തിന്റെ കഠിനമായ വേനൽക്കാലത്ത് പൂർണ്ണ സമയങ്ങളിലും നമുക്ക് ഫാൻ ഉപയോഗിക്കേണ്ടി വരും എന്നതിനാൽ ഏറ്റവും നല്ല ചോയ്സ് ആണ് അത്. വൈദ്യുത ചാർജിലും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമതയിലും വലിയൊരു സഹായമാണ് നമുക്ക് ചെയ്തു തരുന്നത്. അത് മാത്രമല്ല ഒരു വർഷം നമുക്ക് ചിലവാകുന്ന വൈദ്യുതി ബില്ലിൽ വലിയൊരു തുക ലാഭിക്കുവാൻ സഹായിക്കുന്നു. വൈദ്യുതിയെ പരമാവധി ചൂഷണം ചെയ്യുന്ന സീലിംഗ് ഫാൻ നിർബന്ധമാണെങ്കിൽ അത്തരം സീലിംഗ് ഫാനുകൾ ഒഴിവാക്കി ഊർജ്ജക്ഷമതയുള്ള ഫാനുകളും ഉപകരണങ്ങളും വാങ്ങി ഉപയോഗിക്കുക. ഈ ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നന്ദി.